നമ്മൾ AC വാങ്ങി വെച്ചാൽ തണക്കാം, TV വാങ്ങിച്ചു വെച്ചാൽ കാണാം. സോളാർ വെച്ചാൽ കറണ്ട് ബില്ല് ലാഭിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ലാഭിക്കുക അല്ലെങ്കിൽ പവർ കട്ട് ഇഷ്യൂ ടാക്കിൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പൊ ലാഭിക്കണമെങ്കിൽ കറണ്ട് ബില്ല് വേണം. കറണ്ട് ബില്ല് ഇല്ലാത്ത ഒരാളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ പൈസ കളയണ്ടെന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പല രൂപത്തില് KCB ബില്ല് വരുന്ന ആളുകളാണ് സോളാർ ചെയ്യാൻ അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര രൂപ വരെയുള്ള ആൾക്കാർ സോളാർ ചെയ്യണം? 3000-3500 രൂപയുടെ മേളിൽ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം സോളാർ നിർബന്ധമായിട്ടും ചെയ്യണം. 3500 മേളിൽ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ സോളാർ ചെയ്താൽ ലാഭകരമാണ്. 3500 മേലിൽ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാർ ചെയ്താൽ മതി. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അതിന് മേളിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു കിട്ടുള്ളൂ. അതെങ്ങനെ അതായത് ഇപ്പൊ ഉദാഹരണം 6000 രൂപ കറണ്ട് ബില്ലുള്ള ഒരാളെ പരിഗണിക്കാം. 6000 രൂപ നമുക്കൊരു 3 കിലോ വാട്ടൊക്കെ ചെയ്യാൻ ആവറേജ് മാർക്കറ്റ് പ്രൈസ് 2,20,000 രൂപയൊക്കെ വരും. ഒരു ആവറേജ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 2,20,000 ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് ഗവൺമെന്റ് ഏകദേശം 78,000 രൂപ സബ്സിഡി ആയിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ അത് കഴിഞ്ഞാൽ 1,42,000 രൂപയാണ് നമ്മുടെ ചെലവ് വരുന്നത്. നമ്മൾ 6000 ഇൻറ്റു 6 ബില്ലാണ് ഒരു വർഷം വരുന്നത്, 36,000 രൂപ. ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 1,44,000 രൂപയും. വെരി സിമ്പിൾ. അതായത് നമ്മൾ 1,44,000 രൂപ 4 വർഷം കൊണ്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. ആ ബില്ലുള്ളവന് മാത്രമാണ് സോളാർ ലാഭകരമാവുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ പ്രദേശത്ത് ഭയങ്കര വ്യാപകമായിട്ടുള്ള പവർ കട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ചെയ്യുക. പക്ഷെ ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി നോക്കുന്നില്ല, എനർജി ഇൻഡിപെൻഡൻസ്, പവർ കട്ട് ഇഷ്യൂ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. 3500 രൂപ മേലിൽ കറണ്ട് ബില്ല് ആൾക്കാർ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് പറയാറുള്ളൂ. ഇതിനടിയിൽ ചെയ്യുന്ന ആൾക്കാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. സംഭവം അതിന് മേളിലാണത് ലാഭകരമാവും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ് നല്ലത്. കാരണം നമ്മൾ വീട്ടിലിപ്പോ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ AC വാങ്ങി വെച്ചാൽ തണക്കാം, TV വാങ്ങിച്ചു വെച്ചാൽ കാണാം. സോളാർ വെച്ചാൽ കറണ്ട് ബില്ല് ലാഭിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ലാഭിക്കുക അല്ലെങ്കിൽ പവർ കട്ട് ഇഷ്യൂ ടാക്കിൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പൊ ലാഭിക്കണമെങ്കിൽ കറണ്ട് ബില്ല് വേണം. കറണ്ട് ബില്ല് ഇല്ലാത്ത ഒരാളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ പൈസ കളയണ്ടെന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ ഇത് പറഞ്ഞപ്പോ തന്നെ ഇതിന്റെ ഇപ്പൊ എനിക്ക് അറിയേണ്ട കേസ്, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന പാനൽ ഉണ്ടല്ലോ, ഈ പാനലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതിപ്പോ ബൈഫേഷ്യൽ സോളാർ പാനലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബൈഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനകത്തൊരു ബാക്കിൽ ഒരു വൈറ്റ് ട്രാൻസ്പെറന്റ് ഷീറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മേളിൽ നിന്ന് വരുന്ന ലൈറ്റ് അതിലൂടെ കടന്ന് അടിയിൽ വന്ന് ഇടിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിൽ നിന്ന് വരെ പവർ ജനറേഷൻ. അതാണ് ബൈഫേഷ്യൽ. ഒരു 5-7% എക്സ്ട്രാ പവർ ജനറേഷൻ നമുക്ക് ഈ കണ്ടീഷനിൽ ഉണ്ടാകും. അതായത് ഒരു 540 വാട്ടിന്റെ പാനൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് 565 വാട്ടിന്റെ പാനലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആക്ട് ചെയ്യുന്നതിന്റെ കാരണം ഇത് ബൈഫേഷ്യൽ ആയതുകൊണ്ടാണ്. ട്രാൻസ്പെറന്റ് ഷീറ്റ് ഉള്ളതുകൊണ്ട് കടന്നു വരുന്ന ലൈറ്റിൽ നിന്ന് വരെ പവർ ജനറേറ്റ് ചെയ്യും. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് അടിയിൽ വൈറ്റ് പെയിന്റ്, ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം വൈറ്റ് പെയിന്റ് ആയിരിക്കണം അടിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനെയുള്ള 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഒരു 1 to 1.5 മീറ്റർ ഹൈറ്റിലൊക്കെ ചെയ്യുമ്പോഴാണ് ഐഡിയൽ. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഇദ്ദേഹത്തിന് നടക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഐഡിയൽ എന്ന് പറയുന്നത് ഒരു 1 to 1.5 മീറ്റർ ഹൈറ്റിൽ ചെയ്യുക എന്നുള്ളത്. ഈ ഹൈറ്റ് കൂടുന്തോറും ആ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നിന്നുള്ള പവർ ജനറേഷനെ പലപ്പോഴും ബാധിക്കാറുണ്ട്. മിക്ക വീടുകളിലും സോളാർ വന്നു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ച് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഏത് കമ്പനിയുടെ പാനൽ ആയിരിക്കും നല്ലത്, മോശം? കമ്പനിയുടെ പേര് പറയണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ? ഞാൻ ഇതിനു മുമ്പ് അവനായിട്ടുള്ള ഡിസ്കഷൻ പറഞ്ഞു, ടയർ 1 ക്വാളിറ്റി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ടയർ 1 എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ടയർ 1 ആകുക. അത് സ്വന്തം മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. ബാങ്ക്രപ്സി ഇൻഷുറൻസ് നേരുന്ന കമ്പനി ആകരുത്. മെഗാവാട്ട് സ്കെയിൽ പ്രോജക്റ്റുകൾ ഉപയോഗിച്ചതായിരിക്കണം. കാരണം ഈ പാനൽസ് ഭയങ്കര ലോങ് ടേം വാറണ്ടിയിലാണ് വരുന്നത്. 12 years പ്രോഡക്റ്റ് വാറണ്ടി, 30 years പെർഫോമൻസ് വാറണ്ടി എന്നൊക്കെ പറയും. ഈ പറയണ വാറണ്ടി ഞങ്ങൾ ആരും വിചാരിച്ചാൽ കിട്ടൂല. കിട്ടണമെങ്കിൽ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനി നിലനിൽക്കണം. അതുകൊണ്ട് സ്വന്തം മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉള്ള കമ്പനികളെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ട്. ക്രെഡിബിൾ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചും ഷഫീഖ് അന്ന് പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ടയർ 1 ക്വാളിറ്റി അല്ലെ, ടയർ 1 ക്വാളിറ്റി ഉള്ള പാനലുകളാണ് ഉപയോഗിക്കുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കുമ്പോഴാണ് അതിനൊരു സൗത്ത് ഡയറക്ഷനിൽ ഒരു 15 ഡിഗ്രി ആംഗിളിന്റെ താഴെ ഒരു 9 to 15 ഡിഗ്രി ആംഗിളിലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പവർ ജനറേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം. കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾക്ക് എത്തട്ടെ. ഇനിയും എപ്പിസോഡിൽ വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധ സംശയങ്ങളുണ്ടെങ്കിൽ ഷഫീഖിന്റെ ടീമിനെ വിളിച്ചോ. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ഓക്കെ.